ഹായ്, നമസ്കാരം. മിൽട്ടൺ ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിഡ്ഢികളെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ വിഡ്ഢികളായിട്ടുണ്ടോ? വിഡ്ഢികളാവാത്തൊരു ചുരുക്കമായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഒരു വിഡ്ഢിയായി എന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിഡ്ഢിയാകുന്നത്? ലെറ്റ് us discuss. A fool can be known by 6 things. 6 കാര്യം കൊണ്ടാണ് ഒരു വിഡ്ഢിയെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ദെൻ എന്താണ് ഫസ്റ്റ് കാര്യമാണ് ആങ്കർ വിത്തൗട്ട് കോസ്. കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നവർ നിങ്ങൾ ലൈഫിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ലൈഫിൽ? ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്. ആങ്കർ ഈസ് എൻ മൊമെൻ്ററി മാഡ്നസ് എന്നാണ് പറയുന്നത്. ഒരു നിമിഷ നേരത്തെ പ്രാന്താണ് ആങ്കർ. നിങ്ങൾ ആ ആങ്കറിൽ അങ്ങനെ ഒരു നിമിഷ നേരത്തെ ദേഷ്യമാണ് നിങ്ങളെ വിഡ്ഢിയാക്കുന്നത്. ദ സെക്കൻഡ് തിങ് ഈസ് ചേഞ്ച് വിത്തൗട്ട് പ്രോഗ്രസ്. ഒരു അഭിവൃദ്ധിയില്ലാത്തൊരു മാറ്റം ആഗ്രഹിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ കരിയർ ലൈഫ് എടുത്തോളൂ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് എടുത്തോളൂ. ഞാൻ പലരും എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജോബ് മാറിയത്? ഒന്നുമില്ല, വെറുതെ മാറി. അങ്ങനെ പറയുന്നവരാണ് ഒരുപാട് പേര്. നമുക്ക് ഒരു അഭിവൃദ്ധി വേണം. എപ്പോഴും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മാറ്റമായിരിക്കണം. ഐദർ ഇൻ ദ ടേംസ് ഓഫ് മോണിറ്ററി ഓർ നോൺ മോണിറ്ററി. അഭിവൃദ്ധിയില്ലാതെ മാറ്റം ആഗ്രഹിക്കുന്നത് ഒരു വിഡ്ഢിയുടെ ലക്ഷണമാണ്. നിങ്ങളൊരു വിഡ്ഢിയാകരുത്. ദ തേർഡ് വൺ ഈസ് എൻക്വയറി വിത്തൗട്ട് ഒബ്ജക്റ്റീവ്. ലക്ഷ്യബോധമില്ലാത്ത അന്വേഷണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സെറ്റ് ചെയ്യണം. ഒരു വിഡ്ഢിയുടെ ലക്ഷണമാണ് ലക്ഷ്യബോധമില്ലാതെ അന്വേഷിക്കുക. നമ്മൾ നാട്ടുമ്പുറത്ത് ചോദിക്കാറുണ്ട്, ഇപ്പം എന്താ ചെയ്യുന്നത്, എങ്ങടെ പോണേ? ഇങ്ങനെയൊക്കെ പോകുന്നു. കാറ്റിനെ പിന്നാലെ പോകുന്ന കരിയിലക്കൂട്ടമാവരുത്. ദ ഫോർത്ത് വൺ ഈസ് പുട്ടിങ് ട്രസ്റ്റ് ഇൻ സ്ട്രേഞ്ചർ. അപരിചിതനിൽ വിശ്വാസം ഉറപ്പിക്കുക. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ എഴുതി വെച്ചേക്കുന്നത് കാണാം, അപരിചിതർ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. നമ്മൾ ഇങ്ങനത്തെ പല ഇൻസിഡൻസും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അപരിചിതനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചതി പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഒരു അപരിചിതനിൽ വിശ്വാസം അർപ്പിക്കരുത്. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് സ്പീച്ച് വിത്തൗട്ട് പ്രോഫിറ്റ്. ലാഭകരമല്ലാത്ത സംസാരം. ലാഭകരമല്ലാത്ത സംസാരം ഒരു വിഡ്ഢിയുടെ ലക്ഷണമാണ്. നമ്മുടെ നാട്ടിൽ ഈ റൂമറൊക്കെ ഉണ്ടാവാൻ മെയിൻ റീസൺ ഇതാണ്, ലാഭകരമല്ലാത്ത സംസാരമാണ്. ലാഭകരമല്ലാതെ സംസാരിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ മോണിറ്ററി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിരിക്കാം. പക്ഷേ ലാഭകരമല്ലാത്തൊരു സംസാരം ഒരു വിഡ്ഢിയുടെ ലക്ഷണമാണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് മിസ്റ്റേക്കിംഗ് വോയിസ് ഫോർ ഫ്രണ്ട്സ്. അതായത് ശത്രുക്കളെ സുഹൃത്തുക്കളായി തെറ്റിദ്ധരിക്കുക. നിങ്ങൾക്ക് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. നിങ്ങൾ സുഹൃത്തുക്കളാന്ന് കൊണ്ടു നടന്നവർ, നിങ്ങൾ നെഞ്ചിലേറ്റി നടന്നവർ, നിങ്ങളെ ചതിക്കപ്പെട്ട സന്ദർഭങ്ങൾ. അവരെ വിശ്വസിച്ചിട്ട് ഒരു സുപ്രഭാതത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഒരു ഡേയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവർ യഥാർത്ഥ സുഹൃത്തുക്കളല്ലായിരുന്നു. പലപ്പോഴും അവർ പല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്, അവർ നിങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് കരുതി. അങ്ങനെ നിങ്ങളൊരു വിഡ്ഢിയാവരുത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിഡ്ഢികളാവാതിരിക്കാൻ ശ്രമിക്കുക. ഓരോ സന്ദർഭങ്ങളെയും നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു ഫേമസ് കോട്ട് ഓർമ്മ വരുന്നുണ്ട്. അതെന്താണെന്നല്ലേ? A wise man learned by the mistake of others and fooled by its own. Thank you so much for watching my video. If you like my video, please subscribe my YouTube channel. Thank you so much.